നമസ്കാരം. ആനന്ദ് ഇന്റർനാഷണൽ ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ബ്രിട്ടനിൽ ലൈംഗിക ആരോപണവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ തുടരുന്നതിനിടെ പ്രിൻസ് ആൻഡ്രൂവിനെ രാജകീയ അവകാശ പരമ്പരയിൽ നിന്നും നീക്കുന്നതിനെ കുറിച്ച് ബ്രിട്ടീഷ് സർക്കാർ ആലോചിക്കുന്നു. അവകാശ പരമ്പരയിൽ നിന്നും നീക്കുന്നതിന് പ്രത്യേക നിയമ ഭേദഗതി കൊണ്ടുവരും. ലൈംഗിക ആരോപണങ്ങൾക്ക് പുറമെ അമേരിക്കയിൽ നടന്ന സിവിൽ കേസിൽ സാമ്പത്തിക ഒത്തുതീർപ്പ് നടത്തിയതിനു പിന്നിലും ആൻഡ്രൂ എന്ന റിപ്പോർട്ടുകൾ. ജെഫ്രി എപ്സ്റ്റീൻ വിവാദവുമായി ബന്ധപ്പെട്ട് പൊതുവേദികളിൽ നിന്നും വിട്ടുനിന്ന സാറ ഫെർഗൂസൺ വെൽനസ് ക്ലിനിക്കിൽ അഭയം തേടി. UK-യിൽ ഫെബ്രുവരി 25 മുതൽ പ്രാബല്യത്തിൽ വരുന്ന ബോർഡ് ഓഫ് നിയമങ്ങളിലെ ഭേദഗതികൾ UK പൗരന്മാരിൽ ഒരു ഭാഗത്തിന് പുതിയ പാസ്പോർട്ട് കിട്ടാൻ ബുദ്ധിമുട്ടാകും. പുതിയ നിയമപ്രകാരം ഇരട്ട പൗരത്വമുള്ള കുട്ടികൾ ഉൾപ്പെടെയുള്ള ബ്രിട്ടീഷ് പൗരന്മാർ ബ്രിട്ടൻ സന്ദർശിക്കുന്ന വേളയിൽ ബ്രിട്ടീഷ് പാസ്പോർട്ട് കൂടെ കരുതിയിട്ടില്ല എങ്കിൽ ബ്രിട്ടനിൽ പ്രവേശനം അനുവദിക്കില്ല. പാസ്പോർട്ട് ലഭിക്കാൻ നൂറുകണക്കിന് പൗണ്ട് അധികമായി ചെലവഴിക്കേണ്ടി വരും. ഇറാനെ ഉടൻ ആക്രമിക്കുന്നതിനായി US സൈനികരെ സജ്ജമാക്കിയ അമേരിക്കയുടെ യുദ്ധതന്ത്രം. ട്രംപ് സൈനികർക്ക് ആഡംബര ഭക്ഷണം നൽകി വിരുന്നൊരുക്കിയെന്നും ഇറാനെ ഉടൻ ആക്രമിക്കുമെന്നുള്ള ചർച്ച സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമാകുന്നു. ഫെബ്രുവരി 21-ന് സ്റ്റേറ്റ് പൈ, ക്രാബ്, ലെഗ്സ്, ലോബ്സ്റ്റർ എന്നിവ ഉൾപ്പെടെ മെനു ഫെഡറൽ സൈനികർക്ക് നൽകിയെന്ന് പരാമർശിച്ച സോഷ്യൽ മീഡിയ വിരുന്നൊരുക്കിയത് യുദ്ധത്തിനായുള്ള പ്രത്യേക നടപടിയുമായി ബന്ധപ്പെട്ടതല്ലെന്ന ഔദ്യോഗിക വിശദീകരണവുമായി പ്രതിരോധ മന്ത്രാലയം. അഫ്ഗാനിസ്ഥാൻ അതിർത്തിയിൽ മിന്നലാക്രമണം നടത്തിയതായി പാകിസ്ഥാൻ. അഫ്ഗാൻ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ഭീകരവാദ സംഘങ്ങളെ ലക്ഷ്യം വെച്ചാണ് ആക്രമണം നടത്തിയതെന്ന് പാക് വാർത്താ വിതരണ മന്ത്രി അത്തൗല്ല തരാർ. പാക് ആക്രമണത്തിൽ 17 പേർ കൊല്ലപ്പെട്ടു. പാകിസ്ഥാനിലുണ്ടായ ഭീകരാക്രമണങ്ങൾക്ക് പിന്നിൽ അഫ്ഗാൻ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഭീകരവാദ സംഘടനകളെന്ന് പാകിസ്ഥാൻ. മധ്യപ്രദേശിൽ SIR നടപടികൾ പൂർത്തിയാക്കി ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചതോടെ 34 ലക്ഷത്തിലേറെ പേർ പുറത്ത്. ശനിയാഴ്ച പ്രസിദ്ധീകരിച്ച അന്തിമ വോട്ടർ പട്ടികയിൽ 34.25 ലക്ഷം വോട്ടർമാർ പട്ടികയിൽ നിന്നും ഒഴിവാക്കി. സംസ്ഥാനത്തെ ആകെ വോട്ടർമാരുടെ എണ്ണം 57,06,143 നിന്നും 53,09,81,065 കുറഞ്ഞു. പട്ടികയിൽ നിന്നും ഒഴിവാക്കിയത് കൃത്യമായ രേഖകളില്ലാത്തത്, പട്ടികയിൽ തുടരാൻ അവകാശം ഉന്നയിക്കാത്തവരുമായ വോട്ടർമാരെയെന്ന് അധികൃതർ. ഇന്ത്യ അമേരിക്ക വ്യാപാര കരാർ ഏപ്രിൽ തന്നെ പ്രവർത്തനക്ഷമമാകുമെന്ന് കേന്ദ്ര വാണിജ്യ മന്ത്രാലയം. കരാറിൽ മാർച്ചിൽ തന്നെ ഒപ്പുവെക്കുമെന്നും അമേരിക്കയ്ക്ക് പിന്നാലെ ബ്രിട്ടൻ, ഒമാൻ എന്നീ രാജ്യങ്ങളുമായുള്ള കരാറുകളും ഏപ്രിൽ നിലവിൽ വരുമെന്നും കേന്ദ്ര സർക്കാർ. കരാറിന്റെ നിയമവശങ്ങൾ വിലയിരുത്താൻ ഇരു രാജ്യങ്ങളിലെയും ഉദ്യോഗസ്ഥരുടെ യോഗം നാളെ. വണ്ടാനം മെഡിക്കൽ കോളേജിൽ കത്രിക വയറ്റിൽ കുടുങ്ങിയ സംഭവത്തിൽ ഡോക്ടർക്ക് ചികിത്സാ പിഴവ് സംഭവിച്ചിട്ടില്ല എന്ന് അന്വേഷണ സമിതി. ശസ്ത്രക്രിയ സമയത്തെ സർജൻസ് നോട്ട് കൃത്യമാണെന്നും ശസ്ത്രക്രിയ സമയത്ത് ഉണ്ടായിരുന്നത് സ്ക്രബ് നഴ്സ് മാത്രമാണെന്നും അന്വേഷണ സമിതി. ഉഷയുടെ ശസ്ത്രക്രിയക്കിടെ മറ്റൊരു ശസ്ത്രക്രിയയ്ക്ക് വേണ്ടിയും ജോലി ചെയ്യേണ്ടി വന്നു എന്നും നഴ്സ് പ്രോട്ടോകോൾ പാലിക്കാനാവാത്തതും ജീവനക്കാരുടെ കുറവും ചൂണ്ടിക്കാട്ടി അന്വേഷണ സമിതിയുടെ റിപ്പോർട്ട്. ഡോക്ടർ ജെ ഷാഹിദിയെ പോലീസ് പ്രതി ചേർക്കും. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ തെളിവില്ലാതെ തന്ത്രിയെ അറസ്റ്റ് ചെയ്ത് സംശയാസ്പദമെന്ന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല. SIT പ്രവർത്തിച്ചത് മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ നിർദ്ദേശപ്രകാരമാണെന്നും തന്ത്രിയെ മനഃപൂർവ്വം കുടുക്കിയതെന്നും മുൻ പ്രതിപക്ഷ നേതാവ്. SIT മുഖ്യമന്ത്രിയുടെ ഓഫീസ് നിയന്ത്രിച്ചു എന്നും അതിനായി രാഷ്ട്രീയ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട് എന്നും ചെന്നിത്തല. വാർത്തകൾ വിശദമായി. ലൈംഗിക ആരോപണവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ തുടരുന്നതിനിടെ പ്രിൻസ് ആൻഡ്രൂവിനെ രാജകീയ അവകാശ പരമ്പരയിൽ നിന്നും നീക്കുന്നതിനെ കുറിച്ച് ബ്രിട്ടീഷ് സർക്കാർ പരിഗണിക്കുന്നതായി റിപ്പോർട്ട്. ഇതിനായി പ്രത്യേക നിയമ ഭേദഗതി ആവശ്യമാകാമെന്ന സൂചനയും നിലനിൽക്കുന്നുണ്ട്. ഇപ്പോൾ അവകാശ പരമ്പരയിൽ 8ാം സ്ഥാനത്താണ് ആൻഡ്രൂ. അമേരിക്കയിൽ നടന്ന സിവിൽ കേസിൽ സാമ്പത്തിക ഒത്തുതീർപ്പ് നടത്തിയതിനു പിന്നാലെ അദ്ദേഹം പൊതു ചുമതലകളിൽ നിന്നും പിന്മാറിയിരുന്നു. അടുത്തിടെ ചൈനീസ് വ്യവസായിയുമായി ബന്ധപ്പെട്ട ദേശീയ സുരക്ഷാ ആശങ്കകളെ തുടർന്ന് ആൻഡ്രൂവിന്റെ പേരിൽ വീണ്ടും വിവാദം ഉയർന്നിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് അവകാശ പരമ്പരയിൽ നിന്നുള്ള സ്ഥാനത്തെക്കുറിച്ചുള്ള ചർച്ചകൾ ശക്തമാക്കിയത്. രാജകുടുംബവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അന്തിമ തീരുമാനം രാജാവിന്റെയും പാർലമെന്റിന്റെയും സംയുക്ത നടപടിയിലൂടെയായിരിക്കും ഉണ്ടാവുക. നിയമപരമായ മാറ്റങ്ങൾ വരുത്തിയാൽ മാത്രമേ അവകാശ പരമ്പരയിൽ ഔദ്യോഗിക ഭേദഗതി സാധ്യമാകൂ എന്നാണ് ഭരണഘടനാ വിദഗ്ധരുടെ വിലയിരുത്തൽ. വിഷയത്തിൽ സർക്കാർ ഇതുവരെ ഔദ്യോഗിക പ്രസ്താവന നടത്തിയിട്ടില്ല. ഇംഗ്ലണ്ടിലെ ലിങ്കൺ രൂപതയുടെ ബിഷപ്പായ റൈറ്റ് റവറർ ക്രിസ്റ്റഫർ ലോ ലൈംഗിക അതിക്രമവുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൽ അറസ്റ്റിലായി. പ്രായപൂർത്തിയാകാത്ത ഒരു ആൺകുട്ടിയെ ലക്ഷ്യമിട്ട് ലൈംഗികമായി അതിക്രമിച്ച് ആരോപിച്ചെന്ന കേസിലാണ് പോലീസ് നടപടി സ്വീകരിച്ചത്. 2005 മുതൽ 2015 വരെ നടന്നതായി പറയുന്ന സംഭവവുമായി ബന്ധപ്പെട്ട പരാതിയുടെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റ് നടത്തിയതെന്ന് പോലീസ് വ്യക്തമാക്കി. അറസ്റ്റിന് പിന്നാലെ ബിഷപ്പിനെ ജാമ്യത്തിൽ വിട്ടതായാണ് റിപ്പോർട്ട്.
അന്വേഷണത്തിൽ പൂർണ്ണ സഹകരണം നൽകുമെന്നും അദ്ദേഹം അറിയിച്ചതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. സഭയുടെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്നതിൽ നിന്നും അദ്ദേഹം താൽക്കാലികമായി പിന്മാറിയതായി അറിയിച്ചിട്ടുണ്ട്. വിഷയത്തെ അതീവ ഗൗരവത്തോടെ കാണുന്നതായും ബന്ധപ്പെട്ട എല്ലാ നടപടികളും നിയമാനുസൃതമായി തുടരുമെന്നും രൂപത അധികൃതർ അറിയിച്ചു. സംഭവം ഇംഗ്ലണ്ട് സഭയിൽ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. ആരോപണത്തെ തുടർന്ന് ബിഷപ്പ് രാജിവെക്കണമെന്ന ആവശ്യം ഉയർന്നു വരുന്നുണ്ട്. വിശ്വാസികളുടെ വിശ്വാസം കാത്തുസൂക്ഷിക്കുവാനും പരാതിക്കാരന് നീതി ഉറപ്പാക്കാനും അന്വേഷണം നിർണായകമാണ് എന്ന് സഭാ വൃത്തങ്ങൾ വ്യക്തമാക്കി. വരുന്ന ഫെബ്രുവരി 25 ബുധനാഴ്ച മുതൽ പ്രാബല്യത്തിൽ വരുന്ന ബോർഡർ നിയമങ്ങളിൽ ചില ഭേദഗതികൾ കാരണം UK പൗരന്മാരിൽ ഒരു ഭാഗത്തിന് പുതിയ പാസ്പോർട്ട് കിട്ടാൻ അല്പം ക്ലേശിക്കേണ്ടി വരും. അതല്ലെങ്കിൽ നൂറുകണക്കിന് പൗണ്ട് അധികമായി ചെലവാക്കേണ്ടി വരും. ഇരട്ട പൗരത്വമുള്ള കുട്ടികൾ ഉൾപ്പെടെയുള്ള ബ്രിട്ടീഷ് പൗരന്മാർ ബ്രിട്ടൻ സന്ദർശിക്കുന്ന വേളയിൽ ബ്രിട്ടീഷ് പാസ്പോർട്ട് കൂടെ കരുതിയില്ലെങ്കിൽ ബ്രിട്ടനിൽ പ്രവേശനം അനുവദിക്കില്ല എന്നതാണ് ഈ നിയമമാറ്റം. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി ഇരട്ട പൗരത്വമുള്ള 12 ലക്ഷത്തോളം ബ്രിട്ടീഷ് പൗരന്മാർ ഉണ്ടെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഫെബ്രുവരി 25 മുതൽ ഇലക്ട്രോണിക് ട്രാവൽ ഓതന്റിക്കേഷൻ നിലവിൽ വരും. പിന്നീട് ETA ഇല്ലാത്ത യാത്രക്കാർക്ക് വിമാനം, ഫെറി, ട്രെയിൻ എന്നിവയിൽ കയറാൻ വിലക്കുണ്ടായിരിക്കും. എന്നാൽ ബ്രിട്ടീഷ്, ഐറിഷ് പൗരത്വമുള്ളവരിൽ ഇതിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. ഇതിൽ ഇരട്ട പൗരത്വമുള്ളവരും ഉൾപ്പെടും. അതുകൊണ്ട് തന്നെ ബ്രിട്ടനിലേക്ക് യാത്ര ചെയ്യുമ്പോൾ ബ്രിട്ടീഷ് പാസ്പോർട്ട് നിർബന്ധമായും കയ്യിൽ കരുതണം. സാധുവായ പാസ്പോർട്ട് ഇല്ല എങ്കിൽ ഇരട്ട പൗരത്വമുള്ളവർക്ക് 589 പൗണ്ട് മുടക്കി എന്റർടൈൻമെന്റ് സർട്ടിഫിക്കറ്റ് എടുക്കേണ്ടതുണ്ട്. ഈ സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ രണ്ടാം പൗരത്വമുള്ള രാജ്യത്തിന്റെ പാസ്പോർട്ടിനൊപ്പം അറ്റാച്ച് ചെയ്ത് ഉപയോഗിക്കാം. നേരത്തെ ഇരട്ട പൗരത്വമുള്ള ബ്രിട്ടീഷുകാർക്ക് അവരുടെ രണ്ടാം രാജ്യത്തിന്റെ പാസ്പോർട്ട് ഉപയോഗിച്ച് അധിക തുക നൽകാതെ തന്നെ ബ്രിട്ടൻ സന്ദർശിക്കാൻ കഴിയുമായിരുന്നു. ജെഫ്രി എപ്സ്റ്റീനുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ കൊഴുക്കാൻ തുടങ്ങിയതിൽ പിന്നാലെ പൊതുവേദികളിൽ നിന്നും വിട്ടുനിന്ന സാറ ഫെർഗുസൺ വളരെയധികം ചെലവ് വരുന്ന ഒരു വെൽനസ് ക്ലിനിക്കിൽ അഭയം തേടിയതായി റിപ്പോർട്ട്. വിവാദം ഉയർന്നതിനു ശേഷവും ആൻഡ്രൂവിന്റെ ചിത്രങ്ങളും സാൻഡ്രിംഗ്ഹാമിൽ നിന്നും മറ്റുമായി പുറത്തു വന്നിരുന്നുവെങ്കിലും പേരക്കുട്ടി അദീനയുടെ മാമോദിസ ചടങ്ങുകൾക്ക് പങ്കെടുക്കാൻ ഡിസംബർ 12 സെന്റ് ജെയിംസ് പാലസിൽ എത്തിയതിനു ശേഷം സാറയെ പിന്നെ പുറത്തു കണ്ടിരുന്നില്ല. ഇതോടെ സാറ ഫെർഗുസൺ എവിടെയാണ് എന്നതുമായി ബന്ധപ്പെട്ട് നിരവധി അഭ്യൂഹങ്ങളും പരന്നിരുന്നു. അതിനിടയിലാണ് ഇക്കാലയളവിൽ കൂടുതൽ സമയവും അവർ പ്രശസ്തമായ ഒരു സിസ് ക്ലിനിക്കിൽ ആയിരുന്നു എന്ന് ഡെയിലി മെയിൽ റിപ്പോർട്ടാക്കുന്നത്. സ്വിറ്റ്സർലൻഡ് സൂറിച്ചിലെ പാരാസെയുസ് റിക്കവറി ക്ലിനിക്കിലാണ് സാറ അഭയം തേടിയിരിക്കുന്നത് എന്നാണ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത്. പ്രതിദിനം 13,000 പൗണ്ടാണ് ഇവിടെ ചെലവാകുന്നത്. ക്രിസ്മസിനു ശേഷം സൂറച്ചിലെത്തിയ സാറ ജനുവരി അവസാനം വരെ ഇവിടെ ഉണ്ടായിരുന്നു എന്നാണ് ചില വിശ്വസനീയ കേന്ദ്രങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് ഡെയിലി മെയിൽ റിപ്പോർട്ട് ചെയ്യുന്നത്. എപ്സ്റ്റീനുമായി ബന്ധപ്പെട്ട ഇമെയിൽ സന്ദേശങ്ങൾ പുറത്തു വന്നതിൽ സാറ അതീവ ദുഃഖിതയാണ് എന്നും അവരുടെ ഒരു സുഹൃത്ത് വ്യക്തമാക്കി. എപ്സ്റ്റീനിൽ നിന്നും സാമ്പത്തിക സഹായം സ്വീകരിച്ചു എന്നും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിരുന്നു എന്നുമൊക്കെയുള്ള സൂചനകൾ നൽകുന്ന മെയിൽ സന്ദേശങ്ങളും പുറത്തു വന്നതിനുടെ കൂട്ടത്തിലാണ് ഇതിനിടെ ഫ്രഞ്ച് ആപ്സൽ UAEയിലും ഇവർ സന്ദർശനം നടത്തിയതായും ചില റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. യോർക്ക്ഷയറിലെ ഈസ്റ്റ് റൈഡിംഗ് മേഖലയിലുള്ള ലിറ്റിൽ ഈഡൻ ഹോളിഡേ ലോഡ്ജ് പാർക്കിലെ വാടക താമസ സ്ഥലത്ത് 15-കാരിയായ ചെറിഷ് ബിനുവിനെയും 17-കാരനായ ഈത്തൻ സ്ലേറ്റിനെയും മരിച്ച നിലയിൽ കണ്ടെത്തി. കാർബൺ മോണോക്സൈഡ് വിഷബാധയാണ് മരണകാരണമെന്ന് പ്രാഥമിക നിഗമനം. ബുധനാഴ്ച രാവിലെ സുരക്ഷാ ആശങ്കയെ തുടർന്ന് ലഭിച്ച വിവരത്തെ തുടർന്ന് പോലീസ് സ്ഥലത്തെത്തി പരിശോധിച്ചപ്പോഴാണ് ഇരുവരുടെയും മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. സംഭവവുമായി ബന്ധപ്പെട്ട് ഗുരുതര അശ്രദ്ധ മൂലമുള്ള മനുഷ്യഹത്യ സംശയത്തിൽ 42-കാരനായ ഒരാളെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇതിനു മുൻപ് പിടിയിലായിരുന്ന 33-കാരനെ കൂടുതൽ ചോദ്യം ചെയ്യലിനായി കസ്റ്റഡിയിൽ 12 മണിക്കൂർ കൂടി നീട്ടിയതായും അധികൃതർ അറിയിച്ചു. ഹംബർസൈഡ് പോലീസ്, ഫയർ ആൻഡ് റെസ്ക്യൂ വിഭാഗം, ഹെൽത്ത് ആൻഡ് സേഫ്റ്റി എക്സിക്യൂട്ടീവ്, ഈസ്റ്റ് റൈഡിംഗ് കൗൺസിൽ എന്നിവ സംയുക്തമായി അന്വേഷണം തുടരുകയാണ്. ഹാഫ് ടൈം അവധിക്കായി എത്തിയിരുന്ന ചില സന്ദർശകരെ പാർക്കിൽ നിന്നും മാറ്റിപ്പാർപ്പിച്ചതായും റിപ്പോർട്ടുണ്ട്. സംഭവം മൂലം ഇരുവരുടെയും കുടുംബങ്ങൾ കടുത്ത ദുഃഖത്തിൽ മുങ്ങിയിരിക്കുകയാണ്. ഷെഫീൽഡ് താമസിക്കുന്ന ഈത്തന്റെ കുടുംബത്തിനായി ആരംഭിച്ച ഓൺലൈൻ ഫണ്ട് റൈസിംഗ് പേജിൽ 2 ദിവസത്തിനകം 16,000 പൗണ്ടിലധികം സമാഹരിച്ചു കഴിഞ്ഞു. സ്വപ്നങ്ങളും പ്രതീക്ഷകളും നിറഞ്ഞ ജീവിതം മുന്നിൽ കാത്തിരിക്കെ അത് കവർന്നെടുത്തു എന്നാണ് കുടുംബത്തിന്റെ വേദനാഭരിതമായ പ്രതികരണം. ഇരുവരുടെയും മരണത്തിൽ സമൂഹം മുഴുവനും അനുശോചനം രേഖപ്പെടുത്തിയിട്ടുണ്ട്. US സൈനികർക്ക് ആഡംബര ഭക്ഷണം നൽകിയതിന് പിന്നാലെ സമൂഹ മാധ്യമങ്ങൾ ഇറാൻ ഉടൻ ആക്രമിക്കുമെന്ന ചർച്ച വ്യാപകം. US സൈനികർക്ക് ആഡംബര ഭക്ഷണം നൽകിയെന്ന രീതിയിലുള്ള ചിത്രങ്ങളാണ് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത്. ഫെബ്രുവരി 21 ചില അക്കൗണ്ടുകൾ സ്റ്റേക്ക് പൈ ക്രാബ് ലെഗ്സ്
ലോബ്സ്റ്റർ എന്നിവ ഉൾപ്പെടെ മെനു ഫെഡറൽ സൈനികർക്ക് നൽകി എന്ന് പരാമർശിച്ചതോടെയാണ് ഊഹാപോഹ കഥകൾ വ്യാപകമായത്. ഈ തരത്തിലുള്ള സ്റ്റേക്ക് ലോബ്സ്റ്റർ ഭക്ഷണങ്ങളുള്ള തമാശയോടെ സമൂഹ മാധ്യമങ്ങൾ വ്യാഖ്യാനിച്ചത് യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് അവസാന ഭക്ഷണം എന്നായിരുന്നു. ഈ ആശയം വൈറലായ ഒരു വീഡിയോയുടെ സാഹചര്യത്തിലാണ് ചർച്ചകൾ ഇടം പിടിച്ചത്. എന്നാൽ പ്രതിരോധ മന്ത്രാലയവുമായി ബന്ധപ്പെട്ട വകുപ്പുകളൊന്നും പ്രസ്താവനകളോ ഔദ്യോഗിക വിവരങ്ങളോ ഈ ഭക്ഷണ യുദ്ധത്തിനായുള്ള പ്രത്യേക നടപടിയുമായി ബന്ധപ്പെട്ടതെന്ന് സ്ഥിരീകരിച്ചിട്ടില്ല. ഉയർന്ന തരം ഭക്ഷണങ്ങൾ സൈന്യത്തിന് ആഘോഷ ദിനങ്ങളിലും പ്രത്യേക ഓപ്പറേഷനുകൾ തുടങ്ങിയ സാഹചര്യങ്ങളിലും നൽകിയിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത്. ഇത് യുദ്ധ നിരീക്ഷണത്തെക്കാൾ ഒരു ശൈലി എന്നുള്ള അഭിപ്രായമാണ് സൈനിക രംഗത്തുള്ളവർ വ്യക്തമാക്കുന്നത്. അതിനാൽ ഇപ്പോഴുള്ള അത്യാഡംബര ഭക്ഷണം എന്നതിന് അർത്ഥമില്ല എന്നും യുദ്ധമല്ല എന്നും പറഞ്ഞു വെക്കുന്നു. അഫ്ഗാനിസ്ഥാൻ അതിർത്തിയിൽ മിന്നലാക്രമണം നടത്തിയതായി പാകിസ്ഥാൻ. അഫ്ഗാൻ കേന്ദ്രങ്ങളാക്കി പ്രവർത്തിക്കുന്ന ഭീകരവാദ സംഘങ്ങളെ ലക്ഷ്യം വെച്ചാണ് ആക്രമണം നടത്തിയതെന്ന് പാക് വാർത്താ വിതരണ മന്ത്രി അത്തൗല്ല തരാർ. പാക് ആക്രമണത്തിന്റെ സാധാരണക്കാരായ 17 പേർ കൊല്ലപ്പെട്ടു. അടുത്തിടെ ഉണ്ടായ ചാവേർ ആക്രമണം ഉൾപ്പെടെ നിരവധി ഭീകരാക്രമണങ്ങൾക്ക് പിന്നിൽ അഫ്ഗാനിസ്ഥാൻ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഭീകരവാദ സംഘടനകളാണ് എന്ന് പാകിസ്ഥാൻ ആരോപിച്ചിരുന്നു. താലിബാൻ ഭരണത്തിന് കീഴിലുള്ള അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും തമ്മിൽ തുടരുന്ന സംഘർഷം അടുത്തിടെ സൗദിയുടെ മധ്യസ്ഥതയിൽ അയവ് വന്നിരുന്നു. സംഘർഷത്തിൽ നിരവധി പാക് സൈനികർ കൊല്ലപ്പെട്ടിരുന്നു. കഴിഞ്ഞ ദിവസം 3 പാകിസ്ഥാൻ സൈനികരെ വിട്ടയച്ചിരുന്നു. ദിവസങ്ങൾ പിന്നിടുമ്പോഴാണ് വീണ്ടും പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ അതിർത്തിയിൽ ആക്രമണം നടത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം രാത്രിയിൽ പാക് സൈന്യം 7 ഭീകരവാദ കേന്ദ്രങ്ങളിലും ഒളിത്താവളങ്ങളിലും ആക്രമണം നടത്തിയെന്ന് പാക് മന്ത്രി വ്യക്തമാക്കി. എന്നാൽ എവിടെയാണ് തങ്ങൾ ആക്രമണം നടത്തിയത് എന്ന കാര്യം പാകിസ്ഥാൻ ഇതുവരെയും വ്യക്തമാക്കിയിട്ടില്ല. തീരുവ യുദ്ധത്തിനുമേൽ കടിഞ്ഞാണിട്ട് US സുപ്രീം കോടതി വിധിയിൽ അരിശം തീരാതെ ഡൊണാൾഡ് ട്രംപ്. വെള്ളിയാഴ്ച കോടതി വിധി വന്നതിന് പിന്നാലെ 150 ദിവസത്തേക്ക് 10% താൽക്കാലിക തീരുവ ചുമത്തിയാണ് ട്രംപ് മറുപടി നൽകിയത്. ശനിയാഴ്ച കോടതിയെയും ജഡ്ജിമാരെയും രൂക്ഷമായി വിമർശിച്ച ട്രംപ് അധിക തീരുവ 15% ഉയർത്തി. തന്റെ തീരുവ പദ്ധതിയെ അട്ടിമറിക്കാനുള്ള അസാധാരണവും അമേരിക്ക വിരുദ്ധവുമായ സുപ്രീം കോടതി വിധി വിശകലനം ചെയ്തു. ആഗോള തീരുവ 15% ഉയർത്തുന്ന ട്രംപ് സോഷ്യൽ മീഡിയയിൽ ഇക്കാര്യം വ്യക്തമാക്കി. ഇന്ത്യ ഉൾപ്പെടെ വിവിധ രാജ്യങ്ങൾക്കുമേൽ അധിക തീരുവ ഏർപ്പെടുത്തിയ നടപടി രാജ്യങ്ങളുടെ പരമാധികാരത്തിന്മേലുള്ള കടന്നുകയറ്റമെന്നാണ് US കോടതി വിധിച്ചത്. ട്രംപ് താൽക്കാലികമായി ചുമത്തിയ 15% തീരുവയാകും ഇനി ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് ബാധകമാവുക എന്നാണ് കയറ്റുമതിക്കാരും അനലിസ്റ്റുകളും സൂചിപ്പിക്കുന്നത്. അനുകൂല വ്യാപാര പങ്കാളി എന്ന നിലയിൽ ബാധകമായ തീരുവയ്ക്ക് മുകളിലാകും ഇത്. അതായത് നേരത്തെ 5% തീരുവയാണ് ഉണ്ടായിരുന്നത് എങ്കിൽ ആ ഉൽപ്പന്നങ്ങൾക്ക് 20% ഈടാക്കുക. 1974 വ്യാപാര നിയമത്തിലെ 122 വകുപ്പ് ഉപയോഗിച്ച് 150 ദിവസം വരെയാണ് താൽക്കാലിക തീരുവ ചുമത്തിയത്. ഫെബ്രുവരി 24 മുതൽ ഇത് പ്രാബല്യത്തിലാകും. ഫെബ്രുവരി 13 അബുദാബിയിൽ നിന്നും വാഷിംഗ്ടണിലേക്കുള്ള എത്തിഹാദ് എയർവേസ് വിമാനത്തിൽ വെച്ച് സഹയാത്രികരെയും ജീവനക്കാരെയും ആക്രമിച്ച 40-കാരിയായ സോഫിയ സാഹു എന്ന യാത്രക്കാരിയെ FBI കസ്റ്റഡിയിലെടുത്തു. വിമാന ജീവനക്കാരുടെ ജോലി തടസ്സപ്പെടുത്തിയതിനും ശാരീരികമായി ഉപദ്രവിച്ചതിനും ഇവർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. കുറ്റം തെളിയിക്കപ്പെട്ടാൽ 20 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാൻ സാധ്യതയുണ്ട്. വാഷിംഗ്ടൺ വിമാനത്താവളത്തിൽ ഇറങ്ങിയ ഉടൻ തന്നെ ഇവരെ സുരക്ഷാ ഉദ്യോഗസ്ഥർ പിടികൂടി. ഫെബ്രുവരി 20-നാണ് കേസിലെ അടുത്ത വാദം കേൾക്കുന്നത്. 15 മണിക്കൂർ ദൈർഘ്യമുള്ള യാത്രക്കിടെ സോഫിയ വിമാനത്തിലെ ജീവനക്കാരെ ചവിട്ടുകയും തള്ളുകയും മുഖത്തടിക്കുകയും ചെയ്തതായും അധികൃതർ പറയുന്നു. ബഹളം വെച്ചതിനെ തുടർന്ന് ശാന്തയാക്കാൻ ശ്രമിച്ച ജീവനക്കാരെ ഇവർ അസഭ്യം പറയുകയും ചെയ്തു. ഹീൽ ഉള്ള ഷൂ ഉപയോഗിച്ച് ജീവനക്കാരെ ചവിട്ടിയതായും സീറ്റിൽ കയറി നിന്ന് ബഹളം വെച്ചതായും FBI സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കുന്നു. എന്നാൽ താൻ ആരെയും ഉപദ്രവിച്ചിട്ടില്ല എന്നും ജീവനക്കാരുടെ മോശം പെരുമാറ്റമാണ് പ്രശ്നങ്ങൾക്ക് കാരണമെന്നുമാണ് സോഫിയയുടെ വാദം. ഇനി പൗണ്ട്, യൂറോ, ഡോളർ, രൂപ ഇന്നത്തെ വിനിമയ നിരക്ക്. 1 പൗണ്ട് 122.30 ഇന്ത്യൻ രൂപ. 1 പൗണ്ട് 1.14 യൂറോ. 1 US ഡോളർ 90.73 ഇന്ത്യൻ രൂപ. 1 യൂറോ 106.97 ഇന്ത്യൻ രൂപ. 1 പൗണ്ട് 1.35 US ഡോളർ. 1 കനേഡിയൻ ഡോളർ 66.33 ഇന്ത്യൻ രൂപ. ഇനി ഒരു ഇടവേള. വീണ്ടും വാർത്തകളിലേക്ക്. മധ്യപ്രദേശിൽ SIR നടപടികൾ പൂർത്തിയാക്കി ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചതോടെ 34 ലക്ഷത്തിലേറെ പേർ പുറത്ത്. 34.25 ലക്ഷം വോട്ടർമാർ പട്ടികയിൽ നിന്നും ഒഴിവായി. ശനിയാഴ്ച പ്രസിദ്ധീകരിച്ച അന്തിമ വോട്ടർ പട്ടികയിലാണ് വൻ കുറവ് രേഖപ്പെടുത്തിയത്. സംസ്ഥാനത്തെ ആകെ വോട്ടർമാരുടെ എണ്ണം 57,04,06,143 നിന്നും
53,09,81,065 കുറഞ്ഞു. കൃത്യമായ രേഖകളില്ലാത്തതും പട്ടികയിൽ തുടരാൻ അവകാശവാദം ഉന്നയിക്കാത്തതുമായ വോട്ടർമാരെയാണ് ഒഴിവാക്കിയതെന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത്. 4 മാസത്തോളം നീണ്ടുനിന്ന വിപുലമായ നടപടികൾക്കൊടുവിലാണ് പുതിയ പട്ടിക തയ്യാറാക്കിയത്. ഡിസംബർ 23 മുതൽ ജനുവരി 22 വരെ പരാതികളും ആക്ഷേപങ്ങളും സ്വീകരിക്കുകയും ഫെബ്രുവരി 14 ഇവ പരിശോധിച്ച് തീർപ്പാക്കുകയും ചെയ്തു. 2026 ജനുവരി 1 യോഗ്യതാ തീയതിയായി കണക്കാക്കിയാണ് അന്തിമ പട്ടിക പ്രസിദ്ധീകരിച്ചതെന്ന് മധ്യപ്രദേശ് ചീഫ് ഇലക്ടറൽ ഓഫീസർ സഞ്ജീവ് കുമാർ ഝാ പറഞ്ഞു. സംസ്ഥാനത്ത് ഉടനീളമുള്ള 71,930 ബൂത്ത് ലെവൽ ഓഫീസർമാർ വീടുകൾ കയറി നടത്തിയ സർവേയുടെ അടിസ്ഥാനത്തിലാണ് വോട്ടർ പട്ടിക ശുദ്ധീകരിച്ചത്. രാഷ്ട്രീയ പാർട്ടികളുടെയും സന്നദ്ധ പ്രവർത്തകരുടെയും മാധ്യമങ്ങളുടെയും സഹകരണത്തോടെയാണ് ദൗത്യം പൂർത്തിയാക്കിയത്. മരിച്ചവരെയും താമസം മാറിയവരെയും ഇരട്ടിപ്പുള്ളവരെയും പട്ടികയിൽ നിന്നും മാറ്റിയതോടെ വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിന് കൂടുതൽ കൃത്യതയുള്ള പട്ടിക ലഭ്യമാകുമെന്നാണ് അധികൃതർ വിശദീകരിക്കുന്നത്. അതേസമയം ഛത്തീസ്ഗഡിൽ നിന്നും 25 ലക്ഷം പേരെ ഒഴിവാക്കി മുൻപുണ്ടായിരുന്നത് 2.12 കോടിയോളം പേരായിരുന്നു. ഇന്ത്യ അമേരിക്ക വ്യാപാര കരാർ ഏപ്രിൽ തന്നെ പ്രവർത്തനക്ഷമമാകുമെന്ന് കേന്ദ്ര വാണിജ്യ മന്ത്രാലയം. മാർച്ചിൽ തന്നെ കരാറിൽ ഒപ്പുവെക്കുമെന്നും കേന്ദ്രം വിശദീകരിച്ചു. കരാറിന്റെ നിയമവശങ്ങൾ വിലയിരുത്താൻ ഇരു രാജ്യങ്ങളിലെയും ഉദ്യോഗസ്ഥരുടെ യോഗം നാളെ തുടങ്ങും. അമേരിക്കയിലാണ് 3 ദിവസത്തെ യോഗം ചേരുന്നത്. അമേരിക്കയ്ക്ക് പിന്നാലെ ബ്രിട്ടൻ, ഒമാൻ എന്നീ രാജ്യങ്ങളുമായുള്ള കരാറുകളും ഏപ്രിൽ നിലവിൽ വരുമെന്നും മന്ത്രാലയം വിശദീകരിച്ചു. അമേരിക്കയിലെ സുപ്രീം കോടതി വിധിയെ തുടർന്ന് ഡൊണാൾഡ് ട്രംപിന്റെ താരിഫ് നീക്കങ്ങൾ മന്ത്രാലയം നിരീക്ഷിച്ചു വരികയാണ്. പ്രതികാര നടപടിയുടെ ഭാഗമായി വിവിധ രാജ്യങ്ങൾക്കുമേൽ ട്രംപ് ചുമത്തിയ താരിഫുകൾ സുപ്രീം കോടതി റദ്ദാക്കിയതോടെയാണ് പുതിയ പ്രതിസന്ധി ഉടലെടുത്തത്. ട്രംപ് തന്റെ അധികാര പരിധി ലംഘിച്ചു എന്ന് കോടതി ചൂണ്ടിക്കാട്ടുകയായിരുന്നു. ദേശീയ അടിയന്തരാവസ്ഥകൾ ഉപയോഗിക്കാൻ ഉദ്ദേശിച്ചുള്ള നിയമത്തിന് കീഴിലാണ് ട്രംപ് താരിഫുകൾ ചുമത്തിയിരിക്കുന്നതെന്ന് വിധിയിൽ വ്യക്തമാണ്. 2002 ഗോദ്ര സംഭവത്തെ തുടർന്ന് ഗുജറാത്തിലുണ്ടായ സംഭവ വികാസങ്ങൾക്ക് ശേഷം താൻ നരേന്ദ്രമോദിയെ വിമർശിച്ചിരുന്നതായി ബീഹാർ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. എന്നാൽ 4 മാസം ഗുജറാത്തിൽ ചെലവഴിച്ച് ജനങ്ങളുമായി ഇടപഴകിയതിനു ശേഷം മോദിയെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് മാറിയെന്നും അദ്ദേഹം. റെവല്യൂഷണറി രാജ് നരേന്ദ്രമോദീസ് 25 ഇയേഴ്സ് എന്ന പുസ്തകത്തിന്റെ പ്രകാശന ചടങ്ങിലാണ് ആരിഫ് മുഹമ്മദ് ഖാൻ ഇക്കാര്യം വ്യക്തമാക്കിയത്. ഗോദ്ര സംഭവത്തിനു ശേഷം ഗുജറാത്തിൽ 4 മാസം ചെലവഴിച്ച് ജനങ്ങളുമായി ഇടപഴകില്ലായിരുന്നു എങ്കിൽ തന്റെ കാഴ്ചപ്പാട് മാറില്ലായിരുന്നു എന്നും അദ്ദേഹം പറഞ്ഞു. മോദിയെക്കുറിച്ച് ധാരാളം തെറ്റിദ്ധാരണകൾ ഉണ്ടെന്നും എനിക്ക് തോന്നി. അദ്ദേഹം ദൃഢനിശ്ചയമുള്ള ആളാണ്. തന്റെ ലക്ഷ്യങ്ങൾക്കായി നിരന്തരം പ്രവർത്തിച്ചു കൊണ്ടിരുന്നു. 2019 മുത്തലാഖ് നിരോധിച്ച് നിയമം നടപ്പിലാക്കിയതിനെ പ്രധാനമന്ത്രിയെ ഖാൻ പ്രശംസിച്ചു. ഭാവിയിൽ ഈ തീരുമാനത്തെ ഒരു സുപ്രധാന പരിഷ്കാരമായി ആളുകൾ കാണുമെന്നും അദ്ദേഹം പറഞ്ഞു. അന്യായമായി അപകീർത്തിപ്പെടുത്തുന്ന ഏറ്റവും തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട വ്യക്തിയാണ് മോദി. ഗുജറാത്തിൽ താമസിച്ച് 4 മാസങ്ങൾക്കു ശേഷം അദ്ദേഹത്തെക്കുറിച്ചുള്ള എന്റെ കാഴ്ചപ്പാട് പൂർണ്ണമായും മാറി. ഞാൻ എന്റെ കാഴ്ചപ്പാടുകൾ മറ്റുള്ളവരുമായി പങ്കിടാൻ തുടങ്ങി. നിസ്സംശയമായും അദ്ദേഹം ദൃഢനിശ്ചയമായുള്ള ആളാണ്. ദൃഢനിശ്ചയമുള്ള ആള് ഒരിക്കലും തിരക്കിലാണ് എന്ന് കാണിക്കാത്ത മനുഷ്യനുമാണ് അദ്ദേഹമെന്നും അദ്ദേഹം വിശ്രമിക്കുന്നില്ല എന്ന് തോന്നുന്നുവെന്നും ആരിഫ് മുഹമ്മദ് ഖാൻ കൂട്ടിച്ചേർത്തു. കേന്ദ്ര എണ്ണ പ്രകൃതിവാതക മന്ത്രി ഹർദീപ് സിംഗ് പുരി, രാജ്യസഭാ ഉപാധ്യക്ഷൻ ഹരിവംശ് നാരായൺ സിംഗ്, 15ാം ധനകാര്യ കമ്മീഷൻ ചെയർമാൻ NK സിംഗ്, മുൻ മന്ത്രി KJ അൽഫോൺസ് എന്നിവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ ആമുഖമുള്ള ഈ പുസ്തകം മുഖ്യമന്ത്രിയിൽ നിന്നും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയിലേക്കുള്ള കഴിഞ്ഞ 25 വർഷത്തെ മോദിയുടെ യാത്രയെ വിവരിക്കുന്നുണ്ട്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ തെളിവില്ലാതെ തന്ത്രിയെ അറസ്റ്റ് ചെയ്തത് സംശയാസ്പദമെന്ന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല. SIT പ്രവർത്തിച്ചത് മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ നിർദ്ദേശപ്രകാരം. തന്ത്രിയെ മനഃപൂർവ്വം കുടുക്കി. അതിനായി രാഷ്ട്രീയ ഇടപെടലുണ്ടായി. ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ SIT മുഖ്യമന്ത്രിയുടെ ഓഫീസ് നിയന്ത്രിച്ചു എന്നും രമേശ് ചെന്നിത്തല. ഹൈക്കോടതി നൽകിയ നിർദ്ദേശങ്ങൾ SIT പാലിച്ചില്ല. ഗൂഢാലോചനയിൽ അന്വേഷണമില്ല. മുൻ ദേവസ്വം പ്രസിഡന്റ് ഗുരുതരമായി തെറ്റ് ചെയ്തുവെന്നും 2 തവണ ചോദ്യം ചെയ്തു എങ്കിലും വിട്ടയച്ചു. അന്വേഷണം കടകംപള്ളിയിലേക്കും വാസവനിലേക്കും എത്താതിരിക്കാനാണ് തന്ത്രിയെ അറസ്റ്റ് ചെയ്തത്. രാഷ്ട്രീയ കളിക്ക് ജനം ചുട്ട മറുപടി നൽകുമെന്നും ചെന്നിത്തല പറഞ്ഞു. ആരോഗ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിൽ റീത്ത് വെച്ചുള്ള യൂത്ത് കോൺഗ്രസ് പ്രതിഷേധത്തെ തള്ളി ചെന്നിത്തല. റീത്ത് വെച്ചുള്ള പ്രതിഷേധം CPM രീതിയാണെന്നും അത്തരം പ്രതിഷേധം വേണ്ടെന്നും ചെന്നിത്തല കൂട്ടിച്ചേർത്തു. ഇന്നലെ രാവിലെയാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മന്ത്രിയുടെ വീടിന് മുന്നിൽ റീത്ത് വെച്ച് പ്രതിഷേധിച്ചത്. ഇത് സംഘർഷത്തിൽ കലാശിച്ചിരുന്നു. കത്രിക വയറ്റിൽ കുടുങ്ങിയ വണ്ടാനം മെഡിക്കൽ കോളേജിലെ ചികിത്സാ പിഴവിൽ ഡോക്ടർക്ക് വീഴ്ച സംഭവിച്ചിട്ടില്ല എന്ന് അന്വേഷണ സമിതിയുടെ വിലയിരുത്തൽ.
ശസ്ത്രക്രിയാ സമയത്തെ സർജൻസ് നോട്ട് കൃത്യമാണെന്നും ശസ്ത്രക്രിയ സമയത്ത് ഉണ്ടായിരുന്നത് സ്ക്രബ് നഴ്സ് മാത്രം. ഉപകരണങ്ങളെല്ലാം ഉണ്ടോ എന്ന് ഡോക്ടർ സ്ക്രബ് നഴ്സിനോട് ചോദിച്ചിരുന്നു. ഉണ്ടെന്ന മറുപടിക്ക് ശേഷമാണ് തുന്നലിട്ടത്. ഉഷയുടെ ശസ്ത്രക്രിയക്കിടെ മറ്റൊരു ശസ്ത്രക്രിയയ്ക്ക് വേണ്ടിയും ജോലി ചെയ്യേണ്ടി വന്നെന്നും നഴ്സ് പറഞ്ഞു. പ്രോട്ടോകോൾ പാലിക്കാനാവാത്തതും ജീവനക്കാരുടെ കുറവും ചൂണ്ടിക്കാട്ടിയാണ് അന്വേഷണ സമിതിയുടെ റിപ്പോർട്ട്. അന്വേഷണ റിപ്പോർട്ട് ഇന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജിന് കൈമാറി. അതേസമയം വണ്ടാനത്തെ ചികിത്സാ പിഴവിൽ ഡോക്ടർ ജെ ഷാഹിദയെ പ്രതി ചേർക്കാനാണ് പോലീസിന്റെ തീരുമാനം. ശസ്ത്രക്രിയ നടത്തിയത് ഡോക്ടർ ഷാഹിദയാണെന്നും അന്വേഷണത്തിന്റെ ഭാഗമായി ഡോക്ടർ ഉഷ ജോസഫിന്റെ ചികിത്സാ രേഖകൾ പോലീസ് ശേഖരിച്ചിരുന്നു. ഇതിൽ നിന്നും ശസ്ത്രക്രിയ നടത്തിയ സംഘത്തിൽ ഉണ്ടായിരുന്നത് 9 പേരാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഇവരുടെ മൊഴി രേഖപ്പെടുത്തും. അന്വേഷണത്തിന് മെഡിക്കൽ ബോർഡ് രൂപീകരിക്കുവാനും പോലീസ് DMOയ്ക്ക് അപേക്ഷ നൽകും. ശസ്ത്രക്രിയയിലൂടെ പുറത്തെടുത്ത 7 സെന്റിമീറ്റർ നീളമുള്ള കത്രിക ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയക്കും. കത്രികയുടെ കാലപ്പഴക്കം കണ്ടെത്തുക നിർണായകമാണ്. നിലവിൽ ഉഷയുടെ ആരോഗ്യനില തൃപ്തികരമാണ്. സ്വകാര്യ ആശുപത്രിയിൽ ICUയിൽ നിരീക്ഷണത്തിൽ തുടരുകയാണ് ഉഷ. സർക്കാരിന്റെ പുതിയ മദ്യത്തിന് മിന്നൽ മാജിക് എന്ന് പേരിട്ടതിൽ റിപ്പോർട്ട് തേടി കോടതി. തിരുവനന്തപുരം ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയാണ് പോലീസിനോട് റിപ്പോർട്ട് നൽകാൻ നിർദ്ദേശിച്ചത്. മ്യൂസിയം SHO ബുധനാഴ്ചയ്ക്ക് മുമ്പ് റിപ്പോർട്ട് നൽകണമെന്നാണ് നിർദ്ദേശം. ഹൈക്കോടതി സ്റ്റേ നിലനിൽക്കെ മദ്യത്തിന് പേരിട്ടത് ചൂണ്ടിക്കാട്ടി DCC ജനറൽ സെക്രട്ടറി MM സഞ്ജീവ് കുമാറാണ് പരാതി നൽകിയത്. ലൈസൻസ് ഇല്ലാത്ത മദ്യത്തിന്റെ ഉൽപാദനം വ്യാജ മദ്യ ഉൽപാദനമാണ് എന്ന ഹർജിക്കാരന്റെ വാദം. വെബ്കോ മലബാർ ഡിസ്റ്റിലേഴ്സ് മാനേജിംഗ് ഡയറക്ടർമാർക്കെതിരെ ക്രിമിനൽ കേസ് എടുക്കണമെന്ന ആവശ്യത്തിലാണ് റിപ്പോർട്ട് നൽകാൻ നിർദ്ദേശം. ഹൈക്കോടതി സ്റ്റേ നിലനിൽക്കെ കഴിഞ്ഞ ദിവസമാണ് മിന്നൽ മാജിക് എന്ന പേര് മദ്യത്തിന് പ്രഖ്യാപിച്ചത്. സർക്കാരിന്റെ പുതിയ മദ്യം മിന്നൽ മാജിക്കിന്റെ ഉൽപാദനം പാലക്കാട് മേനോൻപാറയിലെ മലബാർ ഡിസ്റ്റിലറിൽ തുടങ്ങിയിരുന്നു. 1/2 ലിറ്റർ കുപ്പിയിലെത്തുന്ന മദ്യത്തിന് 400 രൂപയാണ് വില. തുടക്കത്തിൽ മലബാർ മിസ്റ്ററി എന്നായിരുന്നു ബ്രാൻഡിക്ക് പേരെന്നായിരുന്നു പ്രചാരം. എന്നാൽ അവസാന നിമിഷം മിന്നൽ മാജിക് എന്ന പേര് മാറ്റുകയായിരുന്നു. ഇനി സ്പോർട്സ്. ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ഇരട്ട ഗോളിൽ സൗദി പ്രോ ലീഗിൽ വൻ വിജയം സ്വന്തമാക്കി അൽ നസർ. അൽഹമീസിനെ എതിരില്ലാത്ത 4 ഗോളുകൾക്കാണ് അൽ നസർ തോൽപ്പിച്ചത്. 13-79 മിനിറ്റുകളിലായിരുന്നു റൊണാൾഡോയുടെ ഗോൾ. 30-ാം മിനിറ്റിൽ കിങ്സ്ലി കോമനും 77-ാം മിനിറ്റിൽ ഏഞ്ചലോ ഗബ്രിയും ഗോളുകൾ കണ്ടെത്തി. ക്ലബുമായി ഉടക്കി മത്സരങ്ങൾ ബഹിഷ്കരിച്ച ശേഷമുള്ള തിരിച്ചുവരവിലും മിന്നും ഫോം തുടരുകയാണ് 41-കാരനായ പോർച്ചുഗൽ ഇതിഹാസം. ഈ ഗോളറോടെ കരിയറിൽ ഗോളുകളുടെ എണ്ണം 964 ആയി. 30 വയസ്സിന് ശേഷമുള്ള ഗോൾ നേട്ടത്തിൽ താരം 500 പിന്നിടുകയും ചെയ്തു. 1000 ഗോളും ലോകകപ്പും എന്ന വലിയ ലക്ഷ്യത്തിലേക്കാണ് റോണോ ഇപ്പോ കണ്ണുവെക്കുന്നത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ബ്രിട്ടനിൽ ലൈംഗിക ആരോപണവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ തുടരുന്നതിനിടെ പ്രിൻസ് ആൻഡ്രൂവിനെ രാജകീയ അവകാശ പരമ്പരയിൽ നിന്നും നീക്കുന്നതിനെ കുറിച്ച് ബ്രിട്ടീഷ് സർക്കാർ ആലോചിക്കുന്നു. അവകാശ പരമ്പരയിൽ നിന്നും നീക്കുന്നതിന് പ്രത്യേക നിയമ ഭേദഗതി കൊണ്ടുവരും. ലൈംഗിക ആരോപണങ്ങൾക്ക് പുറമെ അമേരിക്കയിൽ നടന്ന സിവിൽ കേസിൽ സാമ്പത്തിക ഒത്തുതീർപ്പ് നടത്തിയതിനു പിന്നിലും ആൻഡ്രൂ എന്ന റിപ്പോർട്ടുകൾ. ജെഫ്രി എപ്സ്റ്റീൻ വിവാദവുമായി ബന്ധപ്പെട്ട് പൊതുവേദികളിൽ നിന്നും വിട്ടുനിന്ന സാറ ഫെർഗുസൺ വെൽനസ് ക്ലിനിക്കിൽ അഭയം തേടി. UK-യിൽ ഫെബ്രുവരി 25 മുതൽ പ്രാബല്യത്തിൽ വരുന്ന ബോർഡ് ഓഫ് നിയമങ്ങളിലെ ഭേദഗതികൾ UK പൗരന്മാരിൽ ഒരു ഭാഗത്തിന് പുതിയ പാസ്പോർട്ട് കിട്ടാൻ ബുദ്ധിമുട്ടാകും. പുതിയ നിയമപ്രകാരം ഇരട്ട പൗരത്വമുള്ള കുട്ടികൾ ഉൾപ്പെടെയുള്ള ബ്രിട്ടീഷ് പൗരന്മാർ ബ്രിട്ടൻ സന്ദർശിക്കുന്ന വേളയിൽ ബ്രിട്ടീഷ് പാസ്പോർട്ട് കൂടെ കരുതിയിട്ടില്ല എങ്കിൽ ബ്രിട്ടനിൽ പ്രവേശനം അനുവദിക്കില്ല. പാസ്പോർട്ട് ലഭിക്കാൻ 100 കണക്കിന് പൗണ്ട് അധികമായി ചെലവഴിക്കേണ്ടി വരും. ഇറാനെ ഉടൻ ആക്രമിക്കുന്നതിനായി US സൈനികരെ സജ്ജമാക്കിയ അമേരിക്കയുടെ യുദ്ധതന്ത്രം. ട്രംപ് സൈനികർക്ക് ആഡംബര ഭക്ഷണം നൽകി വിരുന്നൊരുക്കിയെന്നും ഇറാനെ ഉടൻ ആക്രമിക്കുമെന്നുള്ള ചർച്ച സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമാകുന്നു. ഫെബ്രുവരി 21-ന് സ്റ്റേറ്റ് പൈ, ക്രാബ്, ലെഗ്സ്, ലോബ്സ്റ്റർ എന്നിവ ഉൾപ്പെടെ മെനു ഫെഡറൽ സൈനികർക്ക് നൽകിയെന്ന് പരാമർശിച്ച സോഷ്യൽ മീഡിയ വിരുന്നൊരുക്കിയത് യുദ്ധത്തിനായുള്ള പ്രത്യേക നടപടിയുമായി ബന്ധപ്പെട്ടതല്ലെന്ന ഔദ്യോഗിക വിശദീകരണവുമായി പ്രതിരോധ മന്ത്രാലയം. അഫ്ഗാനിസ്ഥാൻ അതിർത്തിയിൽ മിന്നലാക്രമണം നടത്തിയതായി പാകിസ്ഥാൻ. അഫ്ഗാൻ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ഭീകരവാദ സംഘങ്ങളെ ലക്ഷ്യം വെച്ചാണ് ആക്രമണം നടത്തിയതെന്ന് പാക് വാർത്താ വിതരണ മന്ത്രി അത്തൗല്ല തരാർ
പാക് ആക്രമണത്തിൽ 17 പേർ കൊല്ലപ്പെട്ടു. പാകിസ്ഥാനിലുണ്ടായ ഭീകരാക്രമണങ്ങൾക്ക് പിന്നിൽ അഫ്ഗാൻ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഭീകരവാദ സംഘടനകളെന്ന് പാകിസ്ഥാൻ. മധ്യപ്രദേശിൽ SIR നടപടികൾ പൂർത്തിയാക്കി ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചതോടെ 34 ലക്ഷത്തിലേറെ പേർ പുറത്ത്. ശനിയാഴ്ച പ്രസിദ്ധീകരിച്ച അന്തിമ വോട്ടർ പട്ടികയിൽ 34.25 ലക്ഷം വോട്ടർമാർ പട്ടികയിൽ നിന്നും ഒഴിവാക്കി. സംസ്ഥാനത്തെ ആകെ വോട്ടർമാരുടെ എണ്ണം 57,06,143 നിന്നും 53,09,81,065 കുറഞ്ഞു. പട്ടികയിൽ നിന്നും ഒഴിവാക്കിയത് കൃത്യമായ രേഖകളില്ലാത്തതും പട്ടികയിൽ തുടരാൻ അവകാശം ഉന്നയിക്കാത്തവരുമായ വോട്ടർമാരെയെന്ന് അധികൃതർ. ഇന്ത്യ അമേരിക്ക വ്യാപാര കരാർ ഏപ്രിൽ തന്നെ പ്രവർത്തനക്ഷമമാകുമെന്ന് കേന്ദ്ര വാണിജ്യ മന്ത്രാലയം. കരാറിൽ മാർച്ചിൽ തന്നെ ഒപ്പുവെക്കുമെന്നും അമേരിക്കയ്ക്ക് പിന്നാലെ ബ്രിട്ടൻ, ഒമാൻ എന്നീ രാജ്യങ്ങളുമായുള്ള കരാറുകളും ഏപ്രിൽ നിലവിൽ വരുമെന്നും കേന്ദ്ര സർക്കാർ. കരാറിന്റെ നിയമവശങ്ങൾ വിലയിരുത്താൻ ഇരു രാജ്യങ്ങളിലെയും ഉദ്യോഗസ്ഥരുടെ യോഗം നാളെ. വണ്ടാനം മെഡിക്കൽ കോളേജിൽ കത്രിക വയറ്റിൽ കുടുങ്ങിയ സംഭവത്തിൽ ഡോക്ടർക്ക് ചികിത്സാ പിഴവ് സംഭവിച്ചിട്ടില്ല എന്ന് അന്വേഷണ സമിതി. ശസ്ത്രക്രിയ സമയത്തെ സർജൻസ് നോട്ട് കൃത്യമാണെന്നും ശസ്ത്രക്രിയ സമയത്ത് ഉണ്ടായിരുന്നത് സ്ക്രബ് നഴ്സ് മാത്രമാണെന്നും അന്വേഷണ സമിതി. ഉഷയുടെ ശസ്ത്രക്രിയയ്ക്കിടെ മറ്റൊരു ശസ്ത്രക്രിയയ്ക്ക് വേണ്ടിയും ജോലി ചെയ്യേണ്ടി വന്നു എന്നും നഴ്സ് പ്രോട്ടോകോൾ പാലിക്കാനാവാത്തതും ജീവനക്കാരുടെ കുറവും ചൂണ്ടിക്കാട്ടി അന്വേഷണ സമിതിയുടെ റിപ്പോർട്ട്. ഡോക്ടർ ജെ ഷാഹിദിയെ പോലീസ് പ്രതി ചേർക്കും. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ തെളിവില്ലാതെ തന്ത്രിയെ അറസ്റ്റ് ചെയ്ത് സംശയാസ്പദമെന്ന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല. SIT പ്രവർത്തിച്ചത് മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ നിർദ്ദേശപ്രകാരമാണെന്നും തന്ത്രിയെ മനഃപൂർവ്വം കുടുക്കിയതെന്നും മുൻ പ്രതിപക്ഷ നേതാവ്. SIT മുഖ്യമന്ത്രിയുടെ ഓഫീസ് നിയന്ത്രിച്ചു എന്നും അതിനായി രാഷ്ട്രീയ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട് എന്നും ചെന്നിത്തല. ഈ ബുള്ളറ്റിൻ കൂടെ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.